മാതാപിതാക്കളെ കഴുത്തിന് വെച്ച് കൊല്ലുന്നതൊക്കെ ഇപ്പോഴൊരു ഫാഷനായി മാറിയിരിക്കുകയാണല്ലോ. പലരും അത് ചെയ്യുന്നത് ലഹരിയുടെ പിൻബലത്തിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യസന്ധമായി അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഇരിക്കി. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ മിസ്റ്റർ വരുണിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പലതിനും താങ്കൾ ഉത്തരം പറഞ്ഞില്ല. എന്തുത്തരാ സാറിന് വേണ്ടത്? ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം സാറിന് പറഞ്ഞു തരണം. സാർ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെ. അത് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനും അത് നന്നായിട്ട് തന്നെ അറിയാം. മിസ്റ്റർ വരുൺ, ഈ സ്നേഹത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ നിത്യേന കേൾക്കുന്നതാണ്. ഡ്യൂട്ടിയിലിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ നടക്കുന്ന സ്നേഹത്തിൻ്റെ ഡ്രാമ ഒരുപക്ഷെ വേറെ ആർക്കും കാണാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ കൊന്നവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്നു. അവൻ ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കഥകൾ പറയുന്നു, കരയുന്നു, ചിലപ്പോൾ സ്വയം ദ്രോഹിക്കുന്നു. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തത് അയാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അയാളുടെ ഒരു ഇരിപ്പുണ്ട്. താൻ അഭിനയിച്ചതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നൊരു ഇരിപ്പ്. സാറിൻ്റെ അനുഭവങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. സാർ അറ്റ്ലീസ്റ്റ് അച്ഛനെ കൊല്ലാൻ എനിക്ക് എന്തിനു തോന്നുന്നു അതെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ. പറഞ്ഞുതരാം. അതിസമ്പന്നതയുള്ള കുടുംബങ്ങളിൽ വഴക്കും കൊലപാതക ശ്രമവും ഒക്കെ നടക്കുന്നത് അധികാരത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാലം കണിമംഗലത്തെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് കണിമംഗലം പരമേശ്വരനാണ്. പക്ഷേ 2 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഒരു രേഖ പ്രകാരം സ്വത്തിന്റെ പരിപൂർണ അധികാരം വരുണിന്. അതെങ്ങനെ സംഭവിച്ചു? എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ആ ധാരണ തെറ്റാണ്. നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ സൈറ്റ്സ് നോക്കുന്ന അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചു വരുത്താം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ പരിശോധിക്കാം. പ്രത്യേകിച്ചും ആരും അറിയാതെ അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ, അതിനു പിറകെ കണിമംഗലം പരമേശ്വരന് ജീവനൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വരുണാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? മറുവിളിക്കായി ഞാൻ പോരാമുയിരു പൊള്ളുമ്പോൾ ഇരവുകൾക്കറിയാം നാളെ തെളിയുമോ മാനം, ഇനിയുമുള്ളൊരു ജന്മം നീ കൂട്ടായി വരുമോ? ഭഗവാനെ, വരുണ മനസ്സമാധാനം കൊടുക്കണേ, എല്ലാം നേരിടാനുള്ള കരുത്ത് കൊടുക്കണേ. പകലിതാ തൻ പുൽക്കൂട്ടിൽ തിരികൾ താഴ്ത്തുന്നു. അച്ഛനെ ഞാൻ ദ്രോഹിച്ചുവെന്ന് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് പറഞ്ഞാലും എന്റെ അച്ഛനത് വിശ്വസിക്കില്ല. അതെനിക്ക് ഉറപ്പാ. കടലിനും അറിയാം തോഴി കടലുപോൽ വിരഹം. എവിടെ നീ? എന്തുപറ്റി മോളെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒരാളിങ്ങനെ മാറി നിന്ന് കരയോ? ഒന്നുമില്ലാഞ്ഞിട്ട. മോള് വാ, നമുക്ക് ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. വേണ്ട, ഇനി ഒരു കാര്യത്തിലും ഫിദ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അതെന്താ? മോളുടെ കാര്യങ്ങൾ എന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നത് കാണാൻ എനിക്ക് പറ്റില്ലെന്ന്.
മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണത്തിന് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ശ്ശോ. പിന്നെന്താ മോളെ? അത് വരുണിനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വരുണോ? ആരാ വരും? അത് പ്രിയങ്കയുടെ ഭർത്താവാ, അനിയത്തിയുടെ. വരുൺ പാവ. വരുണിന്റെ അച്ഛന് സുഖമില്ല. അച്ഛനെ വരുൺ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലീസുകാര് വെറുതെ കള്ളം പറയുന്നതാ. വരുൺ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. മാഡം വിചാരിച്ച വരുണിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? നോക്കാം മോളെ. ഞാൻ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ ചെന്നാ നമുക്കാരെയും പരിചയമില്ല. മാത്രല്ല വരുൺ ഈ അവസ്ഥയിലിരിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാനും പറ്റില്ല. ശരിക്കും പാവാ മാഡം. നോക്കാം മോളെ, നമുക്ക് നോക്കാം. ചേച്ചി കുട്ടികളുടെ കാര്യം നോക്ക്. ഞാൻ മോളെ കൂട്ടി ഓഫീസിലേക്ക് പോവാ. വാ മോളെ, വാ.